എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് റാഗി മാവ് കൊണ്ടുണ്ടാക്കുന്ന ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി 1 കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമുള്ളത് 1/4 കപ്പോളം അരിപ്പൊടിയും. ഇത് രണ്ടും വറുക്കാത്തതാണ്, നന്നായി വറുത്തെടുക്കാം. പൊടി രണ്ടും നന്നായി ചൂടാകുന്നവരെ വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് തന്നെ വറുത്തെടുക്കണം. പൊടി നന്നായി ചൂടായിട്ടുണ്ട്, ഇത്രയും മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്കുള്ള വെള്ളം തിളപ്പിച്ചെടുക്കാം. 2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പിടാം. വെള്ളം നന്നായി വെട്ടി തിളയ്ക്കണം. വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറേശ്ശെ വെള്ളമൊഴിച്ച് മാവ് കുഴച്ചെടുക്കാം. വെള്ളം കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അതുകൊണ്ട് കുറേശ്ശെ ഒഴിച്ച് കുഴച്ചെടുക്കാം. ഇതുപോലെ കട്ടകളാവാൻ തുടങ്ങുമ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കുന്നത് നിർത്താം. ഒരു 5 മിനിറ്റ് ഇതേപോലെ തന്നെ അടച്ചു വയ്ക്കാം. അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായി അബ്സോർബ് ആയിട്ടുണ്ട്. ഇനി നന്നായി കുഴച്ചെടുക്കാം. ഇപ്പോഴും അത്യാവശ്യം ചൂടുണ്ട്. ഈ ചൂടിൽ തന്നെ കുഴയ്ക്കണം. കയ്യൊന്ന് ഇടയ്ക്ക് നനച്ച് കുഴച്ചാൽ മതി. കുറേശ്ശെ വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കാം. മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നൂൽപുട്ട് വഴിയാം. ഇനി എണ്ണ തേച്ച് വെച്ച തട്ടിലേക്ക് പിഴിയാം. പിഴിഞ്ഞെടുക്കാനും വലിയ കഷ്ണങ്ങളൊന്നുമില്ല, നല്ല സ്മൂത്തായി തന്നെ വരും. പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം. വെന്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ സോഫ്റ്റായ റാഗി നൂൽപുട്ട് റെഡി ആയിട്ടുണ്ട്. ഇടിയപ്പം നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. സൈഡൊന്നും പൊട്ടാതെ നല്ല സ്മൂത്തായി തന്നെ കിട്ടിയിട്ടുണ്ട്. നന്നായി തണുത്താൽ ഇതേ സോഫ്റ്റ്നെസ്സോടു കൂടി തന്നെ ഇരിക്കും. ഈ ഇടിയപ്പത്തിൻ്റെ കൂടെ ചിക്കൻ കറി, മട്ടൻ കറി, ചട്നി, സാമ്പാർ, കടലക്കറി എല്ലാതും നല്ല കോമ്പിനേഷനായിരിക്കും. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് തേങ്ങാപ്പാലും പഞ്ചസാരയാണ്. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ച് പഞ്ചസാരയോ ശർക്കരയോ ഇടാം. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. അത്യാവശ്യം കട്ടിയുള്ള പാലായിരിക്കണം. ഇനി റാഗി ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ.